ഇന്ന് മുക്ക ഹൈസ്കൂളിൽ എത്തിയപ്പോ കണ്ടൊരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്നല്ലേ സ്കൂൾ ഇങ്ങനെ മാറിപ്പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ടർഫൊക്കെ ഉള്ള ഒരു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മുക്ക ഹൈസ്കൂൾ തന്നെ ഉള്ളതെന്ന് വേണേ പറയാം. നാളെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഏപ്രിൽ 29 ബുധനാഴ്ച നമ്മളെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ്. അതിനോടനുബന്ധിച്ച് ഗംഗാ ശശിധരനും ടീമും അവതരിപ്പിക്കുന്ന വയലിൻ പരിപാടി, കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും, സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികളുടെ ചവിട്ട് നാടകമൊക്കെ അവിടെ നടക്കാൻ വേണ്ടി പോണേ. ഇന്നൊരു വലിയ ഫീസ് കൊടുത്തു പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ പോയാൽ കിട്ടുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതിനപ്പുറമുള്ളതായ ഫെസിലിറ്റിയാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. അതും കായിക ലോകത്ത് സ്റ്റേറ്റിലും നാഷണൽ ലെവലിലും മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറെ അഭിനന്ദനീയമാണ്. ഇത് ഏത് യൂറോപ്യൻ രാജ്യത്ത് പോയാലും കുട്ടി, ഞാൻ പണ്ട് പഠിച്ച മുക്ക ഹയർ സെക്കൻഡറിയിലായിരുന്നു, ആ സമയത്ത് എനിക്ക് ഇതിന്റെ സൗകര്യം ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചിരുന്നു. ഇത്രയും നല്ല ഭൗതിക സൗകര്യത്തിൽ പഠിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വിമ്മിംഗ് പൂൾ എന്തോ വരാൻ പോകുന്നു, സ്വിമ്മിംഗ് പൂളിന്റെ പണി ആരംഭിച്ചിരിക്കുന്നു, സ്കെച്ച് ഇട്ടിരിക്കുന്നു, പരിപാടി തുടങ്ങുന്നു. അത് നിർബന്ധമാണ്. അപ്പൊ ഏപ്രിൽ 29 എല്ലാവരും മുക്ക ഹൈസ്കൂളിലേക്ക് വരിക.